I greet you all in the mighty and marvelous name of our Lord and Savior Jesus Christ. യേശു പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. I am the Alpha and the Omega, the first and the last, the beginning and the end. The book of Revelation, chapter 22, verse 13. Dear sisters and brothers in Christ, here I am wishing you a very happy and prosperous New Year 2024. ഈ പുതിയ വർഷം എന്തൊക്കെയാണ് നമുക്കായി ഒരുക്കി കാത്തുവച്ചിരിക്കുന്നത്? ഇതറിയുവാൻ ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെയില്ല. അതുപോലെ നമ്മിൽ പലരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നത്. നാം എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്ക് പറ്റിപ്പോയ പാളിച്ചകൾ എന്തെല്ലാമായിരുന്നു? നാം എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത്, നമ്മുടെ ഒറിജിൻ? അതുപോലെ ഈ ജീവിതം നാം എങ്ങനെ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കും? അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം എന്താണ്, എങ്ങനെയാണ്? ഇതൊക്കെ അറിയുന്നത് നമുക്ക് വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ്. എന്തു തന്നെയായാലും ഒരു കാര്യം സ്പഷ്ടമാണ്, കഴിഞ്ഞ കാലങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിരുന്നു. അതുപോലെ തന്നെ വരുവാൻ പോകുന്ന വർഷങ്ങളും അതിലെ ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഈ പുതുവർഷം 2024 നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. When we look back, what we most want to know is our origin. And when we look ahead, what we most want to know is our destiny. ചുരുക്കി പറഞ്ഞാൽ ആദിയും അന്തവും അറിയുവാൻ നാം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നാം അറിയേണ്ടത് ഒരേ ഒരു വ്യക്തിയെയാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ ബൈബിളിൽ യേശു പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാണ്. ആൽഫയും ഒമേഗയും ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തേതും അവസാനത്തേതും അക്ഷരങ്ങളാണ്. യേശുക്രിസ്തുവാണ് ആദിയും അന്തവും എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള സകലവും അവനാണ് എന്നർത്ഥം. അവൻ്റെ നിയന്ത്രണത്തിലാണ്, അവനെല്ലാം അറിയുന്നു. യേശുക്രിസ്തു ജഡധാരണം ചെയ്ത ദൈവത്തിൻ്റെ വചനമാകയാൽ, അഥവാ ആസ് ജീസസ് ഈസ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, ഏതു ഭാഷയിലുള്ള ഏതൊരാളിനെയും അവന് മനസ്സിലാക്കുവാൻ ഒട്ടും പ്രയാസമില്ല. ജീസസ് സെറ്റ്സ് ഇൻ ഓർഡർ എവറിഥിങ് ഇൻ ദ യൂണിവേഴ്സ് and directs every event of history, and he is the true meaning of it all. നാം ഈ യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആരംഭവും മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. കാരണം ഹി ഈസ് ദ ബിഗിനിങ്. ഭാവി പറയുന്നു എന്ന് അവകാശപ്പെടുന്ന പലരെയും പല മാധ്യമങ്ങളെയും നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം. എന്നാൽ യേശുവിനെ അറിയാത്തിടത്തോളം കാലം കാര്യങ്ങളെല്ലാം എങ്ങനെ പര്യവസാനിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. എന്താണ് കാരണം? കാരണം ഹി ഈസ് ദി എൻഡ്. യേശുവാണ് ആദിയും അന്തവും എന്ന് പറയുവാൻ എന്താണ് കാരണം? കാരണം യേശു ദൈവമാണ്. ജീസസ് ഈസ് ഗോഡ്. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:6 സർവശക്തനായവൻ പറയുന്നു, I am the first and the last. Apart from me there is no God. ഞാൻ ആദ്യനും അന്ത്യനുമാവുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. വെളിപ്പാട് പുസ്തകം 1:17 പറയുന്നു, I am the first and the last. Jesus is clearly identifying himself as God and speaking with divine authority. സർവശക്തിയുള്ള പിതാവാം ദൈവത്തിൻ്റെ വാക്കും പുത്രനാം ദൈവത്തിൻ്റെ വാക്കും ഇൻ്റർചേഞ്ചബിളാണ്. വെളിപ്പാട് 1:8 പിതാവാം ദൈവം പറയുന്നതായി നാം കാണുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന്. I am the Alpha and the Omega,
who is and who was and who is to come, the Almighty. പിതാവാം ദൈവം പറയുന്നത് എന്താണ്, അത് പുത്രനാം ദൈവവും പറയുന്നതായി നമുക്ക് കാണാം. Revelation 21:6 and 22:13. ദൈവം നിത്യനായിരിക്കുന്നതിനാൽ അവനിൽ തന്നെ ആദിയുമില്ല അന്തവുമില്ല. But he is the beginning of all created things and he is their final destiny. വിശുദ്ധ ബൈബിൾ തുറക്കുമ്പോൾ നാം കാണുന്ന ഉൽപ്പത്തി പുസ്തകം 1:1. In the beginning God created the heavens and the earth. എങ്ങനെയാണ് ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്? നിത്യനാകുന്ന അവൻ്റെ വചനത്താൽ. Through the eternal word, his son Jesus. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:3 ഈ വചനമാൻ ദൈവത്തെപ്പറ്റി പറയുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ ആശയം തന്നെയാണ് വെളിപ്പാട് പുസ്തകം 4:11 കാണുന്ന വാക്യം. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിലെ ഒരു ഭാഗമാണിത്. എ പാർട്ട് ഓഫ് ദ ഗ്രേറ്റ് ഹ്യൂം ഓഫ് പ്രൈസ് ഇൻ ഹെവൻ. എന്താണത്? കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. ഐ റിപ്പീറ്റ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. ദൈവസിംഹാസനത്തിന് ചുറ്റുമുള്ള മഹത്തുക്കൾ ഇത് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഈ സൃഷ്ടിയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവായി നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമ്പോൾ തന്നെ Revelation 21:1 അവിടെ ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ചിത്രം നാം കാണുന്നു. പാപത്താലും ശാപത്താലും മരണത്താലും ആകെ നശിച്ചു പോയിരിക്കുന്ന പഴയ സൃഷ്ടിക്ക് പകരം മരണമോ വേദനയോ കരച്ചിലോ വിലാപമോ ഇല്ലാത്ത ഒരു പുതിയ സൃഷ്ടിയെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. God says he will bring the old order of things to an end and make all things new. അതുപോലെ തന്നെ നമ്മുടെ ദൈവമായ കർത്താവും തൻ്റെ വിശുദ്ധന്മാരും അവിടെ എന്നേക്കും വാഴും. The Lord God and his people will reign forever and ever. Revelation 22:5. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ സൃഷ്ടിയെ ദൈവം വെളിപ്പെടുത്തുന്നു. ദൈവം പ്രഖ്യാപിക്കുന്നു, സംഭവിച്ചു തീർന്നു, ഇറ്റ് ഈസ് ഡൺ. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന്, അതായത് ജീവിക്കുന്ന ദൈവത്തിനായി ദാഹിക്കുന്നവന് ഞാൻ ജീവനീർവറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, ദ കവാഡ്ലി, അവിശ്വാസികൾ, ദി അൺബിലീവിങ്, അറയ്ക്കപ്പെട്ടവർ, ദ വൈൽ, കൊലപാതകന്മാർ, ദ മർഡറേഴ്സ്, ദുർനടപ്പുകാർ, ദ സെക്ഷുവലി ഇമ്മോറൽ, ക്ഷുദ്രക്കാർ, ദോസ് ഹു പ്രാക്ടീസ് മാജിക് ആർട്സ്, ബിംബാരാധികൾ, ദി അഡോലേറ്റേഴ്സ് എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ആൻഡ് ഓൾ ദ ലയേഴ്സ് ഉള്ള ഓഹരി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയത്രേ. Their place will be in the fiery lake of burning sulfur. This is the second death. ഇത് രണ്ടാമത്തെ മരണം. ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, വല്ലഭത്വം, ആ മജസ്റ്റി വെളിവാകുന്നു. അതുപോലെ എന്താണ് സ്വർഗവും നരകവും എന്ന യാഥാർത്ഥ്യവും വെളിവാക്കപ്പെടുന്നു. യേശുക്രിസ്തുവിൽ ശരീരിയായി തീർന്ന ശക്തനായ ദൈവത്തിൻ്റെ ഈ വല്ലഭത്വം നാം മനസ്സിലാക്കി അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം ഇവ ഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ. ഈ പുതിയ വർഷത്തിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുവാൻ പോകുന്നത് എന്നോർത്ത് വിചാരപ്പെടുന്നവർ ആരാണ്? യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണെന്നും അവൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ഭാവി എന്നത്
ഗൗരവമായി എടുക്കാത്തവർക്കുമാണ് ഈ പുതുവർഷം ഭയാനകമായി കാണപ്പെടുന്നത്. അവർക്കാണ് ഒരു സന്തോഷമോ എക്സൈറ്റ്മെൻറ്റോ ഒന്നുമില്ലാത്തത്. അവരാണ് വാടിയ മുഖത്തോടെ ഈ വർഷത്തെ വരവേൽക്കുന്നത്. ഒരു അടിസ്ഥാനവുമില്ലാതെ എക്സൈറ്റ്മെൻറ്റ്, ഉത്സാഹം, enthusiasm ഇവ എടുത്തണിയുന്നവരുണ്ട്. അവരുടെ ഭാവിയെല്ലാം അവർക്ക് നല്ലവണ്ണം അറിയാം എന്നാണ് അവർ പറയുന്നത്. പുതിയ വർഷം തങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന് ബോസ്റ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ വീരവാദം മുഴക്കുന്നവർ ദൈവസന്നിധിയിൽ എളിമയില്ലാത്തവരാണ്. അവർ ദൈവത്തിൽ തന്നെ വിശ്വാസമില്ലാത്തവരാണ്. അടുത്ത നിമിഷം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് മനസ്സിലാക്കുന്നവൻ, ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവൻ ദൈവകരങ്ങളിലാണ്. എനിക്ക് ദൈവം ദാനമായി തന്നതാണ് ഈ പുതുവർഷം എന്നറിയുന്നവനാണ് ഭാഗ്യവാൻ. നെവർ ടേക്ക് ജീസസ് കാഷ്വൽ ഓർ കെയർലെസ്. വി ഷുഡ് ടേക്ക് ഹിം സീരിയസ്ലി. We should speak with reverence about the infinite King of Kings who created all things and brings all things to their appointed end. സർവജ്ഞാനിയായ ഈ ന്യായാധിപതിയുടെ മുമ്പിൽ ഭയത്തോടും വിറയലോടും കൂടെ നാം ആയിരിക്കണം. ആ ദൈവത്തെപ്പറ്റി നാം ആദരവോടെ സംസാരിക്കണം. കാരണം ദൈവത്തെപ്പറ്റി ശരിക്കറിഞ്ഞിട്ടും അവന് മഹത്വം കൊടുക്കാതെ മനഃപൂർവ്വം അവഗണിക്കുന്നവരെ, അവിശ്വാസികളെ ന്യായം വിധിക്കുന്ന, ലോകാന്ത്യത്തിൽ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്ക് അവരെ വിടുന്ന ദൈവമാണവൻ. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും ഇനിയും നിങ്ങൾ പരീക്ഷിക്കരുതേ. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞ നിത്യനായ ദൈവത്തെ നമ്മുടെ പുതുവർഷത്തിൻ്റെ വഴികാട്ടിയായി നാം സ്വീകരിക്കുമോ? നമുക്കറിയാവുന്ന ഈ ലോകത്തിൽ മുഴുവൻ സമയങ്ങളെയും കാലങ്ങളെയും, അതായത് സ്ഥലകാലങ്ങളെയും, ടൈം ആൻഡ് സ്പേസ്, ഓൾ ദ മാറ്റർ ആൻഡ് എനർജി, അതുപോലെ മനുഷ്യൻ്റെ എല്ലാ ബുദ്ധിയും ചിന്തകളും നേട്ടങ്ങളും എല്ലാം കൂടെ കൂട്ടിയാലും യേശുക്രിസ്തുവിൻ്റെ ബുദ്ധിയോടും ശക്തിയോടും വല്ലഭത്വത്തോടും നമുക്ക് താരതമ്യം ചെയ്യുവാൻ പറ്റില്ല. താരതമ്യം ചെയ്യാൻ ഒരു ശ്രമം നടത്താൻ പോലും പറ്റില്ല. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 10-12 വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു: കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ഒന്നുകൂടെ വായിക്കാം. In the beginning, O Lord, you laid the foundations of the earth, and the heavens are the work of your hands. They will perish, but you remain. They will all wear out like a garment. You will roll them up like a robe. Like a garment they will be changed, but you remain the same, and your years will never end. നാം പുറകോട്ട് നോക്കി കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി നാം എവിടെ നിന്നാണ് വന്നതെന്നറിയാൻ ശ്രമിക്കും. അതുപോലെ ഈ ലോകത്തിൽ ഇനി എന്ത് സംഭവിക്കാം എന്ന് മനസ്സിലാക്കി നാം എവിടേക്കാണ് പോകുന്നതെന്നും അറിയുവാൻ ശ്രമിക്കും. എന്നാൽ ഒന്ന് നാം മനസ്സിലാക്കണം, ഈ ലോകം പോലും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പഴയ തുണിക്കഷണം പോലെ ഈ ലോകം മാറിപ്പോകുന്ന ഒരു സമയം വരികയും ചെയ്യും. ഈ വലിയ മാറ്റങ്ങൾക്ക് നടുവിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒന്നുണ്ട്, മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരുവൻ. Hebrews 13:8 says, Jesus Christ is the same yesterday, today and forever. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുവാണ് മാറ്റമില്ലാത്തവനായി എന്നേക്കും നിലനിൽക്കുന്നവൻ. പഴയ മനുഷ്യവർഗത്തിൻ്റെ തുടക്കം ആദമിൽ നിന്നായിരുന്നതുപോലെ യേശുവാണ് പുതിയ മനുഷ്യരാശിയുടെ ആദി, ഒന്നാമത്തവൻ. ബൈബിൾ പലപ്പോഴും യേശുവിനെ പറ്റി പറയുന്നു അവൻ ഫസ്റ്റ് ബോൺ ആണെന്ന്, ആദ്യജാതൻ ആണെന്ന്. ഹീബ്രൂസ് 1:6 ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ദൈവം പറയുന്നു. യേശു കാലിത്തൊഴുത്തിൽ പൂജാതനായ സമയം
ദൈവത്തിൻ്റെ ആദിജാതനെ ദൂതന്മാർ ആരാധിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതവും പരസ്യ ശുശ്രൂഷയും മരണ പുനരുത്ഥാന സ്വർഗാരോഹണങ്ങളും വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമായി ഈ യേശുവിനെ അനുഗമിക്കും. അവർ ആദിജാതനായ യേശുവിനെ പിൻഗമിക്കുന്ന യേശുവിനെ പോലെയുള്ള വിശുദ്ധരും നീതിമാന്മാരും നിത്യജീവൻ പ്രാപിച്ചവരും വാഴുന്നവരും ആയിരിക്കും. റോമൻസ് 8:29 പറയുന്നു, ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. For those God foreknew, He also predestined to be conformed to the likeness of His Son, that He might be the firstborn among many brothers. പുതു മനുഷ്യകുലത്തിലെ ആദിജാതൻ എന്ന നിലയിൽ യേശുവാണ് മരണത്തെ ജയിച്ച് ഉയർത്തവൻ. മരണത്തിന്മേലുള്ള ഈ വിജയം വളരെ നിർണായകമാണ്. റെവലേഷൻ 1:5 യേശുവിനെ പറ്റി പറയുന്നു, അവൻ മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആണെന്ന്. ഓൺ ദ ക്രോസ് ജീസസ് ഫേസ്ഡ് ദ വേഴ്സ്റ്റ് ഓഫ് sin and death and hell, and he won a great victory that brings forgiveness of sin and eternal life to others. 1 Corinthians 15 verses 20 and 23 പറയുന്നു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഓരോരുത്തനും താൻ്റെ നിലയിലാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ഈ പുതുവർഷത്തിൽ യേശുക്രിസ്തു നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഡു നോട്ട് ബി എഫ്രൈഡ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഐ എം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ഐ എം ദ ലിവിങ് വൺ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഐ വാസ് ഡെഡ് ആൻഡ് ബിഹോൾഡ് ഐ ആം അലൈവ് ഫോർ എവർ ആൻഡ് എവർ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആൻഡ് ഐ ഹോൾഡ് ദ കീസ് ഓഫ് ഡെത്ത് ആൻഡ് ഹേഡിസ്. റെവലേഷൻ 1:17 and 18. മരണം ജയിച്ച വീരനായവൻ്റെ വാക്കുകളാണിത്. വിശ്വസിക്കാം. മരണം പോലെ ഭയങ്കരമായ അവസാനത്തെ ഒരു പുതുപുത്തൻ തുടക്കമായി ആരംഭമായി മാറ്റുവാൻ യേശുക്രിസ്തുവിന് മാത്രമാണ് കഴിഞ്ഞത്. അതായത് മരണം വളരെ ഭയങ്കരമാണ്. മരണം പോലെ ഭയങ്കരമായ ഒരു അവസാനത്തെ ഒരു പുതുപുത്തൻ തുടക്കമായി അല്ലെങ്കിൽ ആരംഭമായി മാറ്റുവാൻ യേശുക്രിസ്തുവിന് മാത്രമാണ് കഴിഞ്ഞത്. അതിനാൽ തന്നെ യേശുവിനെ ആദ്യനും അന്ത്യനും എന്ന് തന്നെ വിളിക്കുവാൻ കഴിയും. യേശു ആരിലും ഉന്നതനാണ്, മഹോന്നതനാണ്, പരമോന്നതനാണ്. അതിനാൽ തന്നെ അന്ത്യദിനത്തിൽ ഓരോ വ്യക്തിയും അവൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടതായി വരും. യേശുക്രിസ്തു മടങ്ങി വരുന്നതോടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ആരംഭിക്കുകയായി. അതിൽ വസിക്കുന്നവർ ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട നിത്യജീവൻ അർഹരായ വിശുദ്ധജനമായിരിക്കും. ദൈവത്തോട് മർദ്ദലിച്ചവരെയെല്ലാം ജീസസ് വിൽ ബാനിഷ് ടു എറ്റേണൽ ഹെൽ. ഈ ലോകത്തിന് പുറത്തു നിൽക്കുന്ന ഒരുവനല്ല ദൈവം. എല്ലാറ്റിനെയും ഭരിക്കുന്നവനും ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നവനുമാണ്. ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത ഇതാ, യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നതാണ്. ജീസസ് റിട്ടേൺ വിൽ നോട്ട് ബി ദ ക്വയറ്റ് കൾമിനേഷൻ ഓഫ് എ ഗ്രാജുവൽ പ്രോസസ്. ഈ അണ്ഡകടാഹം നിർമ്മിക്കപ്പെട്ടപ്പോൾ ചിലർ വിചാരിക്കുന്നത് പോലെ അത് ഒന്നുമില്ലായ്മയിൽ നിന്നോ ശൂന്യതയിൽ നിന്നോ ക്രമേണ എന്തോ ആയിത്തീർന്നതല്ല. ദ യൂണിവേഴ്സ് ബർസ്റ്റ് ഇൻ ടു ബീയിങ് അറ്റ് ഗോഡ്സ് കമാൻഡ്. ദൈവത്തിൻ്റെ വാക്കിനാലാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. Psalm 148 verses 5 and 6. ദൈവം കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. അതുപോലെ Psalm 33 verse 9.
ദൈവം അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ക്രിസ്മസിൽ സംഭവിച്ചത് മനുഷ്യൻ്റെ പരിണാമ പ്രക്രിയയിലൂടെ ഒരു നല്ല ശിശു ഉണ്ടായതായിരുന്നില്ല, മറിച്ച് കന്യകാജനനത്തിലൂടെ മനുഷ്യ ചരിത്രത്തിൽ ദൈവം നടത്തിയ ഒരു ഇടപെടലായിരുന്നു അത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടതുമായിരുന്നു. ഉയർപ്പിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. കല്ലറയിൽ നിന്നും തണുത്ത് മരവിച്ച് സ്റ്റിഫായ ഒരു മൃതശരീരം ഗ്രാജ്വലി ജീവനിലേക്ക് വരികയായിരുന്നില്ല, മറിച്ച് അത് മരണത്തെ കീഴ്പ്പെടുത്തിയ ദൈവിക ജീവൻ്റെ അത്ഭുതകരമായ ഒരു മുന്നേറ്റമായിരുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും യേശുവിൻ്റെ മടങ്ങിവരവും. അത് ഈ ലോകം മുഴുവൻ ഇപ്പോൾ പടർന്ന് വ്യാപിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങളുടെയും പഠിപ്പിക്കലുകളുടെയും പ്രഭാവം മൂലം മുമ്പത്തേക്കാൾ ഒരു നല്ല ലോകം ഉടലെടുക്കുന്ന കാര്യമല്ല, മറിച്ച് ജീസസ് സെക്കൻഡ് കമ്മിങ് വിൽ ബി ഹിസ് ഫൈനൽ ഡിസൈസീവ് ഇൻ്റർവെൻഷൻ ദാറ്റ് പുട്ട്സ് ആൻ എൻഡ് ടു ദി ഓൾഡ് ഓർഡർ ആൻഡ് ബ്രിങ്സ് ഇൻ ഗോഡ്സ് ന്യൂ ഓർഡർ. ദൈവത്തിൻ്റെ പുതിയ ഒരു ലോകക്രമം ദൈവം യേശുക്രിസ്തുവിൽ ഇവിടെ വന്ന് നടപ്പാക്കുന്നതാകുന്നു. റെവലേഷൻ 22 വേഴ്സസ് 12 and 13 ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ബിഹോൾഡ് ഐ എം കമ്മിങ് സൂൺ. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. മൈ റിവാർഡ് ഈസ് വിത്ത് മീ ആൻഡ് ഐ വിൽ ഗിവ് ടു എവരി വൺ അക്കോർഡിംഗ് ടു വാട്ട് ഹി ഹാസ് ഡൺ. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. റെവലേഷൻ 11 വേഴ്സസ് 15 to 18 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, ദ നേഷൻസ് വെയർ ആംഗ്രി. നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. The Lord is coming again as judge. He will reward his servants and destroy all destroyers. He has the final word. അവൻ്റെ വാക്കാണ് അവസാന വാക്ക്. യേശുക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ വ്യക്തിയുടെയും ഈ അഖിലാണ്ടത്തിൻ്റെയും ഭാഗധേയം നിശ്ചയിക്കുന്നത് അവനാണ്. ഇക്കാര്യം നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ ഭാവിയെപ്പറ്റി അറിയേണ്ടതിനായിട്ടുള്ളതൊന്നും തന്നെ നിങ്ങൾ അറിയുന്നില്ല എന്നർത്ഥം. ഭാവി അറിയാൻ അഥവാ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയുവാൻ നിങ്ങൾ ജാതകം നോക്കാനോ പ്രശ്നക്കാരെ കാണാനോ തത്തുല്യമായ പല കാര്യങ്ങൾക്കും പുറകെ പോയേക്കാം. ബട്ട് യുവർ ഫോർച്യൂൺ എൻഡ്സ് അപ്പ് അറ്റ് ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. പ്രിയ സഹോദരങ്ങളെ, അപ്രകാരമുള്ള ഒരു അവസാനം സന്തോഷപൂർണമായി നേരിടാൻ ഒരു മാർഗമേ ഉള്ളൂ: യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കുക. ഈ സത്യം ഇന്ന് നിങ്ങൾ ഗ്രഹിച്ചുവെങ്കിൽ മറ്റൊരാളുമായി ഇത് ഷെയർ ചെയ്യുമോ? കഴിവതും കൂടുതൽ ആൾക്കാരുമായി നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ അത്രയും പേരോട് സുവിശേഷം പറഞ്ഞു എന്നർത്ഥം. May the grace of our Lord Jesus Christ be with you throughout this happy new year 2024. I bless you in Jesus' name. Amen.